ഹായ് ഹലോ, ഇന്ന് നമ്മുടെ വീഡിയോ ഒട്ടുമിക്ക വീട്ടമ്മമാരും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷനാണ്. നമ്മുടെ വീട്ടിലെ ചായ അരിക്കുന്ന അരിപ്പ കുറച്ചു കാലം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചായക്കറയൊക്കെ പറ്റി കറുത്ത് പിന്നീട് അതിൻ്റെ ഹോൾസൊക്കെ അങ്ങ് അടഞ്ഞിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാറില്ല. അപ്പം നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് അതും വളരെ കുറച്ച് സമയം കൊണ്ട് ഇത് ക്ലീൻ ചെയ്തെടുക്കാം. അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ ഈ വീഡിയോ കാണണേ. ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇനി മുതൽ നിങ്ങൾ ചായക്കറ പറ്റിയ അരിപ്പ കളയുകയില്ല. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതാണ് ഇപ്പം നമ്മുടെ ചായ അരിപ്പയുടെ അവസ്ഥ. ഇത് കറയൊക്കെ പറ്റിയിട്ട് ഇതിൻ്റെ ഹോൾസൊക്കെ അങ്ങ് അടഞ്ഞു പോയിട്ടുണ്ട്. നമുക്കിത് എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് നമുക്ക് നല്ല പുതിയതുപോലെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ഈ ചായയുടെ അരിപ്പ മാത്രമല്ല, ഇതുപോലുള്ള ഗ്രേറ്റർ, അതുപോലെ തന്നെ നമ്മൾ ചപ്പാത്തിയൊക്കെ തിരിച്ചിടുന്ന പക്കട്, ഇങ്ങനെയുള്ള സ്റ്റീലിൻ്റെ എല്ലാ സാധനങ്ങളും നമുക്ക് ഈ ഒരു രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം ഗ്യാസ് സ്റ്റൗവിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. ഇനി ഞാനതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ബേക്കിംഗ് സോഡയാണ്. ഞാൻ ഏകദേശം 1 ടേബിൾ സ്പൂണോളം ബേക്കിംഗ് സോഡ ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പം ഫ്ലെയിം ഒന്നും ഓണാക്കിയിട്ടില്ല. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായത് വിനെഗറാണ്. ഞാൻ വിനെഗറും 1 ടേബിൾ സ്പൂണോളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ബേക്കിംഗ് സോഡയും വിനെഗറും നല്ലൊരു ക്ലീനിങ് ഏജൻ്റാണ്. ഒട്ടുമിക്ക കറകളും നമുക്ക് ഇതുപയോഗിച്ച് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ക്ലീൻ ചെയ്യാനുള്ള ചായക്കറ പിടിച്ച അരിപ്പയും നമ്മുടെ ഗ്രേറ്ററും പക്കടും ഒക്കെയാണ്. ഇനി ഞാൻ ഇതിലേക്ക് ഇതെല്ലാം മുങ്ങി നിൽക്കത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓണാക്കാം. ഇനി നമുക്ക് ഇതൊരു 5 മിനിറ്റ് നേരം ഈ വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പം നമ്മുടെ വെള്ളം ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിഷ് വാഷാണ്. ഇതുപോലെ കുറച്ച് ഡിഷ് വാഷ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് തിളച്ച് വരണം. തിളച്ച് വന്ന് തുടങ്ങുമ്പോൾ തന്നെ കുറേയേറെ അഴുക്കുകൾ ഇതിൽ നിന്നും പോയി കിട്ടും. ഇത് 100% റിസൾട്ട് കിട്ടുന്ന ഒരു ക്ലീനിങ് മെത്തേഡാണ്. നിങ്ങൾ ഇതുപോലെ ചായ അരിപ്പയൊക്കെ ഇതുവരെ ക്ലീൻ ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഇപ്പം നമ്മുടെ വെള്ളമൊക്കെ തിളച്ച് നല്ലപോലെ പതിയൊക്കെ വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഈ ഒരു വെള്ളമൊക്കെ ഒന്ന് തണുത്ത് നമുക്ക് കൈ തൊടാൻ പറ്റുന്ന ആ ഒരു ലെവലിലെത്തുന്നത് വരെ നമുക്കിതൊന്ന് തണുപ്പിച്ചെടുക്കണം. ഈ ഒരു രീതിയിൽ കറകൾ മാത്രമല്ല, സ്റ്റീലിൻ്റെയൊക്കെ പാത്രത്തിൽ പറ്റുന്ന തുരുമ്പ്, അതുപോലെ തന്നെ നമ്മുടെ ഓയിലൊക്കെ പറ്റിയുള്ള കറകളൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മൾ ക്ലീൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഓൾമോസ്റ്റ് എല്ലാ അഴുക്കും പോയിട്ടുണ്ട്. ഇനി നമുക്കിതുപോലൊരു ബ്രഷോ അല്ലെങ്കിൽ സ്ക്രബ്ബറോ യൂസ് ചെയ്തിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഗ്രേറ്ററൊക്കെ ക്ലീൻ ചെയ്യുന്ന ടൈമിൽ ശ്രദ്ധിക്കണം, നമ്മുടെ കൈയൊന്നും മുറിയാതെ. ഞാനിപ്പോൾ 2 സൈഡും നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒട്ടുമിക്ക കറയൊക്കെ പോയി നല്ല പുതിയതുപോലെ തിളങ്ങുന്നുണ്ട്. ഈ ഒരു രീതിയിൽ നമുക്ക് ചായയുടെ അരിപ്പയും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ക്ലീനിങ് മെത്തേഡ് വളരെ സിമ്പിളല്ലേ? അപ്പോൾ ഇനി മുതൽ നമ്മുടെ ചായക്കറ പിടിച്ച അരിപ്പകളൊന്നും നിങ്ങൾ കളയില്ലല്ലോ. ഈ ഒരു രീതിയിൽ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. അപ്പോൾ ഇതുപോലെയുള്ള ഒട്ടനവധി വീഡിയോകൾ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഫിഷും മീറ്റുമൊക്കെ മാസങ്ങളോളം എങ്ങനെ ഫ്രീസറിൽ കേടുകൂടാതെ സൂക്ഷിക്കാം, അതുപോലെ തന്നെ നമ്മുടെ ഗ്യാസ് സ്റ്റൗവ് എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാം, ഗ്യാസ് സ്റ്റൗവിലെ ബർണറിലുണ്ടാകുന്ന യെല്ലോ ഫ്ലെയിമിൻ്റെ പ്രോബ്ലം, നമ്മൾ പാത്രങ്ങൾ അടുപ്പിൽ വെക്കുമ്പോൾ പാത്രത്തിൻ്റെ മൂട്ടിൽ കരി പിടിക്കുന്നതൊക്കെ എങ്ങനെ ഒഴിവാക്കാമെന്നൊക്കെയുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാകുന്നെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുമല്ലോ. അപ്പോൾ ഞാനിതെല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ നല്ല വെള്ളത്തിൽ ഇതൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്ര നല്ല പോലെയാണ് ഞാനിത് ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ളതെന്ന്. പുതുതുപോലെ തന്നെയാണ് നമ്മൾ ഇപ്പോൾ ഇതെല്ലാം ക്ലീൻ ചെയ്തെടുത്തിരിക്കുന്നത്.
ദേ ഇപ്പം നോക്കിയേ ചായക്കറ പിടിച്ച് കറുത്തിരുന്ന നമ്മുടെ അരിപ്പ ഞാൻ പുതിയതുപോലെ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. അതും വളരെ സിമ്പിളായിട്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് ഞാനിടുന്ന ഇതുപോലെയുള്ള വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ. ടേക്ക് കെയർ. ബൈ ബൈ.